മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ വിശ്വംഭരയുടെ ടീസർ റിയാക്ഷൻ നമ്മൾ ചെയ്തിരുന്നു. അന്ന് ടീസർ ഇറക്കിയപ്പം അനൗൺസ്മെന്റ് ടീസർ പോലെ സാധനം അത് അത്രയും ഭയങ്കര VFXന്റെ പേരിൽ കുറച്ചധികം പഴി കേട്ടു. അവർ എക്സ്ട്രാ ഒരു 70 കോടി രൂപ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു, റീവർക്ക് ചെയ്തു. ഈ VFX പഴി കേട്ട ഉടനെ ഇറക്കാൻ 70 കോടി എല്ലാവരുടെയും കയ്യിൽക്കൊണ്ടെന്ന് തോന്നുന്നല്ലേ? മറ്റവരും അങ്ങനെ എന്തോ ഇറക്കില്ല. അവര് VFX ചെയ്തില്ല, അവർ കളഗ്രേഡി പിടിച്ച്. അപ്പോൾ ഇവര് പറയുന്നുണ്ട് അവർ പറഞ്ഞ നമ്പർ ഇങ്ങനെ 60 കുറച്ച് പൈസ ഇറക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇവരിപ്പോൾ 70 crores എന്തോ എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ VFXൽ റീവർക്ക് ചെയ്തു. ഇവർ ഡേറ്റ് വെച്ചിരുന്ന എല്ലാം തള്ളി വെച്ചു, എക്സ്ട്രാ ടൈം എടുത്ത് വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഒരു മെഗാ ബ്ലാസ്റ്റ് അതിൻ്റെ ഒരു ഗ്ലിംസ് തന്നിരിക്കുകയാണ് വിശ്വംഭര. പുതിയ സാധനമൊന്നുമല്ലേ മെഗാ ബ്ലാസ്റ്റ്? ബർത്ത്ഡേ സ്പെഷ്യൽ ആയിരുന്നു. അല്ല, പക്ഷേ ഇങ്ങനത്തെ ഇതാണല്ലോ ട്രെൻഡ്, ഒരു പുതിയ പുള്ളി മെഗാ സ്റ്റാർ അല്ല കേട്ടോ, അതുകൊണ്ട് മെഗാ ബ്ലാസ്റ്റ് വന്നത് മനസ്സിലായി, അല്ലാതെ മറ്റേ ഐറ്റം അല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്ലിംസ് ഒന്ന് കണ്ടു നോക്കാം. ദൃശ്യമാണല്ലേ? ఓ అదానది స్కోర్పియన్ ని ఒక సంహారం దాని తాలూకు యుద్ధం అర్థం కాలేదు. ఒక్కడి స్వార్థం ఎవరక్కడియല്ലേ കാടും ഇത് കണ്ട കങ്കോ വൈബ അല്ലേ? ഇതുള്ള ഈ സാധനം ബാക്കിലത്തെ എഫക്റ്റ് മറ്റേ നമ്മുടെ ബാലയുടെ പടത്തിൻ്റെ ഒരു പുള്ളിയാണോ? ഹനുമാനല്ലേ? വേറെ ആര്? മെഗാസ്റ്റാർ ഹാപ്പി ബർത്ത്ഡേ. ഓ അതുകൊണ്ടാ പൊടിയാണ് ഇങ്ങനെ പുള്ളി വാളുകൊണ്ട് ഇങ്ങനെ പൊടി വെട്ടി വന്നവനാടാ സാധനങ്ങളായി. എന്തോ തമിഴ് തെലുഗു ലാംഗ്വേജ് പാൻ ഇന്ത്യൻ. പക്ഷേ നമ്മളെ ടീസറിൽ കാണിച്ച വിഷ്വൽസ് ഉണ്ടല്ലോ, അത് ഫുൾ CG വിഷ്വൽസ് ആയിരുന്നു. ടീസറിലാണ്. ഇവിടെ നമുക്ക് CG വിഷ്വൽസ് കുറവാണ്, കൂടുതൽ ഈ റിയൽ വിഷ്വൽസ് കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. ഉണ്ട് മറ്റേ പ്യൂർ CG വിഷ്വൽസ് ഒക്കെ ഉണ്ട്, ആ ഷോട്ടുകളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് മറ്റേ ഇതിന് മുമ്പത്ത് കാണിച്ച പ്രശ്നം ഉണ്ടായിരുന്നത് മറ്റേ കുതിരപ്പുറത്ത് പറക്കുന്നതും ആ പറക്കുന്ന കുതിര വരുന്നൊരു വീഡിയോ, അങ്ങനത്തെ കുറച്ച് വിഷ്വൽ. പിന്നെ അതുപോലെ മറ്റേ അവതാറിന്റെ ആ ഒരു സെറ്റപ്പിലുണ്ടായിരുന്ന കുറച്ച് വിഷ്വൽസ് ഒക്കെയാണ് ഫസ്റ്റ് കാണിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് അതൊന്നും കാണിച്ചില്ല, പകരം നമുക്ക് വേറെ കുറച്ച് വിഷ്വൽസ് കാണിച്ചിരിക്കുന്നത്, കുറച്ചുകൂടെ നല്ല വിഷ്വൽസ്. അതായത് കണ്ടാൽ ഇവർ ഇമ്പ്രൂവ് ചെയ്തു എന്ന് നമുക്ക് തോന്നിക്കുന്ന തരത്തിലുള്ള വിഷ്വൽസ്. പക്ഷെ ഒരു ഇന്ന പടത്തിന്റെ പോലെ എന്ന് കോപ്പിയടി എന്ന് പറയാൻ പറ്റത്തില്ല, എന്തൊക്കെ ഒരു ഈ പടത്തിന്റെ മാത്രമായ വിഷ്വൽസ് ആണിത്. അതെ അങ്ങനത്തെ ഫീലുണ്ട്. പിന്നെ ഈ ഒരു എലമെന്റ്, അതായത് പുള്ളി മാത്രമേ ഇതിനകത്ത് ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് അത് പറയുന്നത് ഭൂമിയിൽ നിന്ന് പാരലൽ വേൾഡിലേക്ക് പോവുകയാണ് നായിക രക്ഷിക്കാൻ. അതാണ് കഥ. കാരണം ഇതിനകത്ത് ഇപ്പോൾ കൊച്ചു ചോദിക്കുമ്പോൾ പറഞ്ഞ കഥയും ഈ കാണിച്ച വിഷ്വലായിട്ടും അത്ര ബന്ധം തോന്നിയില്ല. പഴയ എന്തോ സംഭവിച്ചു അതുപോലെ എനിക്ക് തോന്നുന്നു. ഇതിന്റെ തന്നെ എന്തോ വേർഷനാണ് നമ്മുടെ അത്തിലി എടുക്കാൻ പോണെന്ന് തോന്നുന്നു, അല്ലു അർജുൻ വെച്ചിട്ട്. അതും ഇതുപോലെ എന്തോ ഒരു അതിന്റെ എന്തോ 4 ക്യാരക്ടർ അച്ഛനും മോനും അപ്പൂപ്പനും മുത്തച്ഛനും അമ്മാവനും എല്ലാവരും. അപ്പോൾ നമ്മളിത് കളിയാക്കൊന്നുമല്ല അവിടെ. ബേസിക്കലി നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ അത്തിലി ഒരു സിനിമ എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും. അത് എത്ര ട്രോൾ ചെയ്യപ്പെടുമെന്ന് പറഞ്ഞാലും അത് തിയേറ്ററിൽ കാണാൻ വൈബാണ് അല്ലേ? പുള്ളി എടുക്കുന്ന സ്കെയിലും പരിപാടികളും. അറ്റ്ലി ഫാൻ അല്ലെങ്കിൽ കൂടി അറ്റ്ലിയുടെ വിഷ്വലിന്റെ ഫാനാണ്, വിഷ്വൽ സെൻസിബിലിറ്റി. നമ്മൾ അതിന്റെ ഫാൻ എന്നല്ലെങ്കിലും നമുക്കറിയാം അതിനകത്തൊരു രസം, നല്ല വിഷ്വൽ സെൻസിബിലിറ്റി ഉള്ള ശങ്കറിന്റെ പാത പിന്തുടർന്ന് വന്ന് ശങ്കറിനേക്കാ വേഗം ഔട്ടാകാൻ പോകുന്ന ആളാന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് അന്ന് നമ്മൾ ടീസറിൽ ഞങ്ങൾ ഉൾപ്പെടെ നമ്മളതിനെ ട്രോൾ ചെയ്തിരുന്നു. ടീസറിൽ ഇത് ട്രോൾ ചെയ്തു അങ്ങനെ പറഞ്ഞത് നമ്മളത് കണ്ടിട്ട് നമ്മളെല്ലാവരും കുറച്ച് തമാശയായിട്ടാണ് പറഞ്ഞത്. അത് ഇവര് മൊത്തത്തിൽ അത് ടോട്ടലി ഇതെനിക്ക് എന്തോ ഒരു വിചിത്ര സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ പുള്ളിയുടെ ഫിൽമോഗ്രഫി വെച്ചിട്ട് ഈ പറയുന്ന പോലെ പക്ക കൊമേഴ്ഷ്യൽ പടമല്ല, കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉണ്ട്. ഈ പുള്ളിയുടെ ഫൈറ്റ് ഒക്കെ കൊമേഴ്ഷ്യൽ ആയിരിക്കും, പക്ഷേ എന്നാലും എന്തോ ഒരു സാധനം. പുള്ളി പണ്ട് ആഞ്ചി എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. ആഞ്ചി കോടി രാമകൃഷ്ണ ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. ലോങ്ങസ്റ്റ് ടൈം എടുത്തത്. കാരണം അത് അന്ന് CG ഒന്നും അത്രയും വർക്കൗട്ട് ചെയ്യാൻ നമുക്കിവിടെ ഇന്ത്യയിൽ പറ്റാതെ അവർ ഒരുപാട് റീവർക്ക് ചെയ്ത് അത്രയും നന്നായിട്ടോ. 2004 സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ CG ഒക്കെ അന്ന് ഭയങ്കര ടോപ്പാണ്. എനിക്കൊന്നും ഓർമ്മയുണ്ട്, ആ പടം പണ്ട് കണ്ടിട്ട് നമ്മളിങ്ങനെ അന്തം പെട്ടിരുന്നുണ്ട്. ആ സിനിമയിൽ ഈ പറഞ്ഞാൽ അനാവശ്യമായ കുറേ പാട്ടും ഡാൻസും ഫൈറ്റും ഒക്കെ ഇടയ്ക്ക് വരും.
പക്ഷെ അതിൻ്റെ ആ ഒറിജിനൽ പ്ലോട്ടും ആ ഒരു ട്രാക്കൊക്കെ ഭയങ്കര പുള്ളിക്ക് ആക്ച്വലി ആ ലൈനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റിയൊരു ഒരു സൂപ്പർ സ്റ്റാറാണ്. കാരണം ഈ പുള്ളി ഇനി ഈ കൊമേഴ്ഷ്യൽ ഈ നായികയുടെ പുറകെ നടക്കുക ആ ടൈപ്പ് സാധനമൊന്നും ചെയ്യാതെ ഈ പറയുന്ന പോലെ ഈ VFXും ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു എലമെന്റ് എക്സ്ട്രാ ആ ഒരു എലമെന്റ് എടുത്തുണ്ട്. പക്ഷെ അതിനകത്ത് പറഞ്ഞാൽ സ്ഥിര എലമെന്റ് വേണം, അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല. സ്ഥിര എലമെന്റ് 25%, പുതിയൊരു എലമെന്റ് 75% മതി. ഈ പറയുന്ന ഈ സാധനമൊക്കെ തന്നെ എട്ടുകാലിയായിട്ടൊരു ഫൈറ്റ് എന്തായാലും കാണും. അല്ല, ആദ്യം ഒരു എട്ടുകാലിയെ കാണിച്ചിട്ട് പിന്നെയല്ലേ തേൾ മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അതല്ലേ സ്കോർപ്പിയോട് ചോദിച്ചത്. അതായത് മേളിൽ കൂടെ ഒരാൾ നടന്നൊക്കെ സംഭവം നമ്മൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഇതിനകത്ത് തോന്നും. ബട്ട് എന്താണെന്നുള്ളത് ഇനി ഇതിൻ്റെ കുറച്ചുകൂടെ വിഷ്വൽസ് വരണം. നമുക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇനിഷ്യലി ഇവരെ ഇട്ട വിഷ്വൽസും ഇപ്പോൾ കാണിക്കുന്ന വിഷ്വൽസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഫൂട്ടേജസ് കുറച്ച് കൂടുതൽ ഇപ്പോൾ കാണിച്ച ഗ്ലിംസിലുണ്ട്. ആദ്യം ഉണ്ടായിരുന്നതിനകത്ത് കുറച്ച് കൂടുതൽ CGI ഒരു വേൾഡ് ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് CGI എത്രത്തോളം ഇത് ഇമ്പ്രൂവ് ആയി. CGIയുടെ പേരിലാണ് ഒരു വഴി കേട്ടത്. അതെത്രത്തോളം ഇമ്പ്രൂവ് ആയെന്നുള്ളത് നമുക്ക് ഫുള്ളി മനസ്സിലാവാത്ത തരത്തിലുള്ള കുറച്ച് വിഷയമാണ് വന്നത്. പക്ഷേ ഇതിനകത്തുള്ള CGI ഷോട്ട്സ് കാണുമ്പോൾ ഇത് വലിയ തെറ്റില്ലാന്ന് തോന്നുന്നുണ്ട്. ഇച്ചിരി കളർഫുൾ ആയതിൻ്റെ ഇതാണ്. പക്ഷേ സാറിന് ഇങ്ങനെ CGI പടങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു ലുക്കിലേക്ക് ഇത് പുഷ് ചെയ്യും. കാരണം ആ ഒരു ഏറ്റക്കുറച്ചിലുള്ള അറിയാം. ഇത് കുറച്ച് എല്ലായിടത്തും ഭയങ്കര ഫുള്ളി ലിട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കളർഫുൾ കാണുമ്പോൾ നമുക്ക് എന്തോ ഫേക്ക് ഫീൽ ചെയ്യും. കണ്ണിനകത്ത് അത്രയും ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ കാണുമ്പോൾ കുറച്ച് ഫേക്ക് ഫീലിംഗ് വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇഷ്യൂസേ ഉള്ളൂ. നിങ്ങൾ കളർ റീഡിങ്ങിലൊക്കെ കറക്റ്റ് ചെയ്യാൻ ടൈപ്പ്. എനിക്കിത് പെട്ടെന്ന് കാണുമ്പോൾ മറ്റേ ബാലയുടെ ഒരു പടം വരും, നമ്മളിപ്പോൾ സെക്കൻഡ് ഇറങ്ങാൻ പോകുന്നത്, മറ്റേ അഖണ്ഡയുടെ ഒരു അഖണ്ഡയും അതും ഇതൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഇതിന് ഈ പടത്തിൻ്റെതായ ഒരു ഇതുണ്ട്. മെഗാസ്റ്റാറിൻ്റെ പടം അല്ലേ? ട്രെയിലറൊക്കെ വരട്ടെ. അതെ, ട്രെയിലർ വന്നാലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റും. എന്തോ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും വലിയ വലിയ പടങ്ങൾ എടുക്കുകയാണ്. ശ്രമങ്ങളാണല്ലോ എല്ലാവരും. അതായത് ഒരു പക്ഷെ എനിക്കൊരു ഇന്ത്യൻ ശ്രമമായിട്ടാണ് തോന്നി. ഈ പറയുന്ന ഈ വാറൊക്കെ കാണുമ്പോൾ എനിക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിദേശ സിനിമകളെ അനുകരിച്ചിട്ട് ഒരു മോശം സിനിമ എടുക്കുന്ന പോലെ തോന്നുന്നു. ഇത് അങ്ങനെയില്ല. മിഷൻ ഇമ്പോസിബിൾ സ്പൂഫ് എങ്ങനെ എടുക്കാം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ വിശ്വംഭരയുടെ ഗ്ലിംസ് തരക്കേടില്ല. നമുക്കിനി അതിൻ്റെ ട്രെയിലർ വരട്ടെ.